ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചു. നമ്മളിപ്പോൾ ഫസ്റ്റ് 2026 ജനുവരിയിലത്തെ ആദ്യത്തെ ദിവസമാണ്, ആദ്യത്തെ രാവിലെയാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നി എന്ത് കണ്ടൻറ് ഉണ്ടാക്കും, എന്ത് വീഡിയോസ് എടുക്കും എന്നൊക്കെ മനസ്സിൽ തോന്നിയപ്പോൾ വന്നിട്ടുള്ള ഒരു ഐഡിയ ആണ്. നമുക്ക് ഡേ 1 തൊട്ട് 365 ദിവസങ്ങൾ വരെയുള്ള ഒരു വ്ലോഗ് ആക്കിയിട്ട്, ഇപ്പോൾ ഡേ 1 ഡേ 2 അങ്ങനെ ഒരു വ്ലോഗ് ആക്കിയിട്ട് നമ്മുടെ കംപ്ലീറ്റ് 365 ദിവസം കിട്ടുന്ന പോലത്തെ ഒരു വ്ലോഗ്. അതായത് അതിനകത്ത് നമ്മുടെ കുക്കിംഗ് പെടും, അതുപോലെ തന്നെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്. ഹലോ പി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഇതാ ഒരാൾ താഴെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ആൾ മൊത്തം വരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, 365 ദിവസം ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടാട്ടാ. ഇനിയിപ്പം കുളിച്ച് അമ്പലത്തിലൊന്നും പോകണം, പിന്നെ ഫുഡ് ഉണ്ടാക്കണം. ഇന്നിപ്പം ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിക്കോളാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലാട്ടാ അത്, ഇതെൻ്റെ വീടാട്ടാ. അപ്പം അമ്പലത്തിൽ പോയേക്കാം. ഇനിയിപ്പം എനിക്ക് അമ്പലത്തിൽ പോകണം, അമ്മ വന്നിട്ട് ഞാൻ പോവും. അപ്പം അതൊക്കെ അത്രയൊക്കെ തന്നെ. അപ്പം ഇനി കുളിയൊക്കെ കഴിഞ്ഞ് അമ്മതേ അമ്പലത്തിൽ പോയിട്ട് വരുന്നുണ്ട്. അമ്മ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നു. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകണം. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് വരാം. കമ്മല് പോലെ ഇട്ടിട്ടില്ല, എനിക്ക് അപ്പം തന്നെ വന്നിട്ട് എടുക്കണതാണ് ശരി. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പത്തിന് നമ്മുടെ സൂര്യേട്ടനൊക്കെ വന്നിട്ടുണ്ട്. തണവൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ട്. നിങ്ങളുടെ അവിടെ തണവുണ്ടോ? ഇവിടെയൊക്കെ നല്ല തണുപ്പാട്ടാ. അപ്പോൾ നല്ല രസമുണ്ട്. സൂര്യൻ വന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ പുല്ലിലൊക്കെ മഞ്ഞുതുള്ളി വീണിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ട് പുല്ലിൻ്റെ അവിടെ നിന്നിട്ട്. നല്ല റെയിൻറ്റ് കാണാനായിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് കുളി കഴിഞ്ഞിട്ട് ഇനി അമ്പലത്തേക്ക് പോവാം. അതിൻ്റെ ഇടയിൽ ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കൽ, അച്ഛനെ കൊടുക്കൽ കഴിഞ്ഞിട്ടാട്ടാ കുളിക്കാൻ പോയത്. അച്ഛൻ വേറെ ഒത്തിരിയല്ല, അച്ഛൻ ചൂണ്ടാൻ പോയേക്കാണ്. ഇപ്പോൾ രാവിലെ തന്നെ പോയാലും നല്ല മീനൊക്കെ കിട്ടുന്ന പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടുപ്പിക്കുന്നില്ല, അധികം ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് അമ്പലത്തിൽ പോകാം. അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കല്ലാറ്റുപുഴ ക്ഷേത്രത്തിലാണ്. അവിടെ വന്ന് തൊഴുതുണ്ട്. ഇനി പൂവാണ്. പ്രസാദമൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്ത് രസമാണ് പറയുക, അമ്പലത്തിൽ വരാനായിട്ട് ഭയങ്കര ഒരു നിശബ്ദതയാണ് കേട്ടോ. അപ്പം ഇനി പക്ഷേ ഇവിടുത്തെ ശിവരാത്രിയോടനുബന്ധിച്ച് നിറമാല തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നിറമാല കാണാൻ വരണം. നോക്കിക്കേ, എന്ത് രസമല്ലേ ഈ പൂക്കൾ കിടക്കണ കാണാൻ, നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. എൻ്റെ താഴെയെല്ലാം വീട് കിടന്നിട്ട് എന്ത് രസമല്ലേ. അപ്പം നിറമാലയ്ക്ക് വരണം. ശിവരാത്രി വരണം. ശിവരാത്രി വരെ നമ്മുടെ ഇവിടെ ഒരു 49 ദിവസം നിർമ്മാലം ഉണ്ടാകും. അങ്ങനെ അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ വേദിട്ടനെ ഫുഡ് കൊടുക്കായിരുന്നു കേട്ടോ. വേദിട്ടന് അതാ ഗോതമ്പ് പുട്ടുണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കൊടുക്കാതിരിക്കുകയാണ്. അപ്പോൾ അവനെ കടല വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കടലാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ സെറ്റായി. അങ്ങനെ അവന് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് കഴിക്കായിരുന്നു. ഞാൻ ഇച്ചിരി ചോറാട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. തക്കാളി വാട്ടിയതുണ്ടായിരുന്നു, അതുപോലെ തന്നെ മത്തങ്ങയും പയർ എരിശ്ശേരിയും, പിന്നെ നമ്മൾ കല്യാണപ്പണിക്ക് കൊണ്ടുപോയിരുന്നുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു, വടുകപ്പുള്ള അച്ചാർ. അതൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ബാക്കി ശേഷം കുട്ടിയായിട്ട് ഞങ്ങളിതാ തൃശ്ശൂർക്ക് പോവാണ്. ഫെബ്രുവരി 8 അവൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ചേച്ചിയുടെ മോനും ഞാൻ, പിന്നെ എൻ്റെ പുത്രക്കല്ലി മായി തിരിച്ചു പോവാണ്. എന്താ നോക്കണു. പിന്നെ അമ്മയും ചേച്ചിയൊക്കെ അങ്ങോട്ടേക്ക് വരും. കിട്ടോ ഏതോ അത് ഭയങ്കര ബോറായില്ല അമ്മയുടെ കണ്ടില്ലാത്തത്.
അപ്പോൾ ചേച്ചി എല്ലാവരും വന്നു. അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സാരിയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാരി കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിയോളുടെ ഡ്രസ്സ് എടുക്കാൻ പോയി. സാരി ഏകദേശം അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ടും മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഉണ്ണികൾക്കുള്ള ഡ്രസ്സ് കൊടുത്തു. ഫാമിലിക്ക് പിന്നെ ബ്രൈഡിനും ഗ്രൂമിനൊക്കെ പിന്നെയാണല്ലോ എടുക്കണത്. അതിൻ്റെ ഇടയിൽ മോനെ വിശക്കുന്നപ്പോൾ ഞാനും വേദിട്ടനും കൂടി ഫുഡ് കഴിക്കാൻ പോയി. ഫസ്റ്റ് ഞങ്ങളായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം കൂടെ അവരും കൂടി വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഏകദേശം എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോയ കഥയൊക്കെ. അപ്പോൾ അതെ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിൽ വന്നു. ആകെ മൊത്തം ടയേർഡായിട്ടുണ്ട്. റിലേറ്റീവ്സിനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. ഉണ്ണികൾക്ക് എടുത്തു. അപ്പോൾ നമ്മളിതാ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അവശതയായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നിട്ടാ ഇന്നത്തെ ദിവസം ഇത്രയായിട്ടുണ്ട്. ഫുഡ് കഴിക്കുക, കിടന്ന് ഉറങ്ങുക, അത്രയേ ഉള്ളൂ. അല്ല മയ്യ ഷൂ വെള്ളപ്പൊടിയോ അങ്ങനെ ഇതാ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ തറവാട്ടിലായിരുന്നിട്ട് എത്ര നേരം ഉണ്ടായിരുന്നത്. തറവാട്ടിൽ എല്ലാവരും കൂടെ പോയി ഒന്നും ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഞങ്ങൾ ഹൈദ്യൊക്കെ കണ്ട് രാത്രിത്തെ ഫുഡൊക്കെ രാവിലത്തെ മത്തങ്ങയും പയറും കയറും, പിന്നെ അതുപോലെ തന്നെ പപ്പടം വറുത്ത് കുറച്ച് ഇഞ്ചിമ്പുളി അച്ചാറും പിന്നെ കുറച്ച് ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു. ഇത് അച്ഛൻ അവിടെ നിന്ന് മരുന്ന് കഴിക്കേണ്ടി കേട്ടോ. അച്ഛൻ്റെ ഫുഡ് കഴി കഴിഞ്ഞാൽ പിന്നെ കുറേ മരുന്നുണ്ടാവും, അതൊക്കെ കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇത് അമ്മയ്ക്ക് പഴമാണ് കേട്ടോ കഴിക്കണമെന്ന്. അമ്മയ്ക്ക് ഇന്ന് ഏകാദശീൻ്റെ നോയമ്പ് വീഴുന്ന ദിവസമാണ്. രാത്രി ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് ഗുഡ് നൈറ്റ് ആക്കാൻ ഇത്രേ ഉള്ളൂ.